ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇന്ന് നമുക്ക് കിഡിലൻ മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കാം. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടിട്ട് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. പിന്നെ നമ്മൾ മട്ടൻ അങ്ങനെ കൂടുതൽ വാങ്ങിക്കലില്ല, അതുകൊണ്ടാണ് ഇതുവരെയും ഈ റെസിപ്പി ഷെയർ ആക്കേണ്ടുന്നത്. കൂടുതൽ മസാലപ്പൊടികളൊന്നും ചേർക്കാണ്ട് കിഡിലൻ മട്ടൻ ദം ബിരിയാണി വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. ആദ്യം നമുക്ക് മസാലയിലേക്കുള്ള മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 കിലോ മട്ടൻ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി എടുത്തിട്ടുള്ളതാട്ടോ. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല, ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസും വലിയ പീസും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അതിലുള്ള പീസും നെയ്യും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു മട്ടനാണ് കേട്ടോ. കുറച്ച് 1 കിലോ ഉള്ളതാണ് എടുത്തിട്ടുള്ളത്, ഒരളവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഒരു ചെറിയ പീസും വലിയ പീസും അങ്ങനെ മിക്സ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേവുള്ള മീറ്റിലെല്ലാം ഇപ്പം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക, എന്നാലും അത് കുക്കായി വരുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, എന്തായാലും ഒരു മീറ്റ് കുക്കാൻ നേരം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് അടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതേ ഉള്ളൂ. അലുമിനിയം കുക്കറാണെന്ന് ഇല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കുക്കർ തന്നെ അടിയിൽ പിടിക്കൂല എന്നെല്ലാം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് കുക്കായി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം വെള്ളം ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ളത് മീറ്റിൽ നിന്ന്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലിഡ് ഇട്ട് കൊടുത്തിട്ട് ആദ്യം 1 വിസിലിന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ നല്ലോണം തീ കുറച്ചിട്ട് ബാക്കി ഒരു 3 വിസിലിനും കൂടി കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോ ഇറച്ചിക്കും ഓരോ വേവായിരിക്കുമല്ലോ. അപ്പോൾ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് കൂടുതൽ വേവിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വേവിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോക്കിയിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ലോണം തന്നെ ഇത് കുക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാൻ അടി പിടിക്കുമെന്നുള്ളതുകൊണ്ട് ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മട്ടനെല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 3-4 വിസിലിന് ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലോണം കുക്കായിട്ട് വന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് കുക്കാവാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് മസാലയിൽ ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലോണം കുക്കായിട്ട് വന്നാൽ മതി. അങ്ങനെ കളറൊന്നും ചേഞ്ച് ആകേണ്ട കാര്യമില്ല കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കൂടി പോകണ്ട കേട്ടോ, നമ്മളിതിൽ തൈരെല്ലാം ആഡ് ആക്കുന്നതാണ്. പിന്നെ ഒരു 8 പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്നിച്ച് ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാൻ ഇത് സെപ്പറേറ്റാണ് ആക്കിയിട്ടുള്ളത്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം അത്യാവശ്യം കുക്കായി കഴിഞ്ഞാൽ മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, ഇത്രയും മതി. പിന്നെ വേറെ പൊടികളൊന്നും നമ്മൾ ഇടുന്നില്ല. നമ്മൾ ഓൾറെഡി മട്ടൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ മട്ടനിൽ അത്യാവശ്യം മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പുളിയെല്ലാം 1/2 കപ്പ് മതി കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ തൈരും മസാല എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് കിട്ടണം. തൈരും മസാല എല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടൻ ഇട്ട് കൊടുക്കുക. ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ കുറച്ചധികം വെള്ളം വേണം നമ്മൾ ദം ചെയ്യുന്ന സമയത്തെല്ലാം. പിന്നെ ഇത് കുറച്ചുകൂടി കുക്കാവാനും കൂടി ഉണ്ടല്ലോ. അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കുക കേട്ടോ. നമ്മൾ ദം ചെയ്യുന്ന സമയത്തെല്ലാം ഈ ഒരു മസാല നല്ല ചൂട് വേണം. അപ്പം അത്രയും സമയം അത് അവിടെ നിന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരി എടുത്ത് വെക്കണം. ഒരു ബൗളിലേക്ക് 4 കപ്പ് ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml ഗ്ലാസ് ഇതിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസിൽ ഉണ്ടാക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കുക. ദം ബിരിയാണിയിലാകുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു ജീരകശാല റൈസ്, കൈമ റൈസ് അതെല്ലാം നല്ലത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് അരിപ്പയിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ മസാല ഇത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടി പിടിച്ചോ. വെള്ളം ഉണ്ടെങ്കിലും എന്തായാലും ഒന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അടുത്ത അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുത്തായിട്ട് നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുക. പക്ഷേ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഗീ റൈസിന് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിരിയാണിക്കായാലും ഗീ റൈസിനായാലും അങ്ങനെയാണ് ഞാൻ എടുക്കൽ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറയൊന്നുമില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ആവാണ്ട് നോക്കണം. ഉള്ളിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നമ്മൾ റൈസിൻ്റെ കളറും മാറിപ്പോവും. ജസ്റ്റ് ഒന്ന് കുക്കായ മാത്രം മതി. പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കില്ല. അപ്പോൾ 4 കപ്പ് അരിക്ക് 6 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 പീസ് ബേ ലീഫ്, 2 കഷ്ണം പട്ട, 4 പീസ് ഏലക്ക, 4 പീസ് ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലാണ് ഈ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത്.
കൊടുക്കേണ്ടത്. പിന്നെ അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ആ ഒരു അരിയൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാലാണ് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള 4 കപ്പ് അരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരിയും വെള്ളം കൂടി വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അടിയെ ഇളക്കി കൊടുക്കാന്ന് പറയും. അടിയിലെ കൂടി ഇളക്കി കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ലിഡ് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇത് ആദ്യം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നല്ലോണം വെള്ളവും അരിയും ഇതേപോലെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ബാക്കി വെള്ളം വറ്റിച്ചെടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ റൈസ് നല്ലോണം കുക്കായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ റൈസ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്, വെള്ളം നല്ലോണം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഇപ്പോൾ ഗീ റൈസിൽ ഉണ്ടാക്കുന്നെങ്കിൽ വീണ്ടും ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ലോ ഫ്ലെയിമിൽ അങ്ങനെ വെക്കും. അങ്ങനെ വെക്കേണ്ട കാര്യമില്ല, നമ്മൾ ദം ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് പകുതി ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്തെടുക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നല്ലോണം കുറുക്കിയിട്ട് ഇതിലുള്ള മട്ടനെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പീസ് എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ മസാലേൻ്റെ മേലേക്ക് ഞാൻ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലെ മേലേക്ക് പുതിനയിലയും മല്ലിയിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നെയ്യെല്ലാം പിന്നെ എന്തായാലും നിർബന്ധമായി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉള്ളിയെല്ലാം ചില ആൾക്ക് താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള റൈസും കൂടി മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും പിന്നെ നെയ്യും ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഫോയിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ദം ചെയ്യുമ്പോൾ എന്തായാലും അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കണം കേട്ടോ. നല്ലപോലെ ഫോയിൽ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് എയർ പുറത്ത് കിടക്കാത്ത വിധത്തിൽ നല്ലോണം ദം ചെയ്തെടുക്കണം, എന്നാലേ ഇതിന് ദം ബിരിയാണി എന്ന് പറയുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് പറ്റുമെങ്കിൽ അരമണിക്കൂർ വെച്ചതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിഡിലെ മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസെല്ലാം നല്ലപോലെ എന്താ പറയുക വിട്ട് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടിയിൽ നിന്ന് ഇങ്ങനെ മസാല മിക്സ് ചെയ്തിട്ട് അങ്ങനെ വിളമ്പുന്നത്. അപ്പോൾ ആദ്യം റൈസ് വിളമ്പി കൊടുക്കുക, എന്നിട്ട് നേരെ അടിയിലുള്ള മസാല ഉണ്ടല്ലോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു റൈസിൻ്റെ മേലേക്കായിട്ട് അങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. മസാല വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുക. തലശ്ശേരി സ്റ്റൈലിൽ അങ്ങനെയും വിളമ്പാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളമ്പിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിഡിലൻ മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സാലഡും തൈരും അച്ചാറെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. നന്നായിട്ട് ഇതിലുള്ള മട്ടനെല്ലാം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിങ്ങൾക്ക് ഇതേണ്ട ചോറെല്ലാം നല്ല വിട്ട് അങ്ങനെ വരുന്നുണ്ട്. മട്ടനായാലും നമ്മളെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുത്താൽ അങ്ങനെ പൊട്ടി വരുന്ന പരുവത്തിൽ തന്നെ ഇത് കുക്കായിട്ടുണ്ട്. എപ്പോഴെങ്കിലും മട്ടൻ വാങ്ങിക്കുന്നെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസിലൂടെ പറയണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ, സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, ബൈ.